ജനനായകൻ ബ്ലാസ്റ്റേ 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 അണ്ട് വൺ ലാസ്റ്റ് ഡാൻസ്. അണ്ണൻ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. അതും നല്ല പ്രോമാക്സ് ലെവലില് സീൻ ബൈ സീൻ ഷോട്ട് ബൈ ഷോട്ട് വൻ അപരാധത്തിന്റെ ഏറും കളി കോമാളിത്തരത്തിന്റെ അങ്ങേയറ്റ് എപ്പിറ്റമി ഓഫ് കോമാളിത്തരം. അപ്പൊ ഈ പടം എസ് വിനോദാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഡമ്മി പീസാ. ആര് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്, ഇതിന്റെ ഉദ്ദേശമുണ്ട്, ഇതിന്റെ പ്രൊപ്പഗാൻഡ ഉണ്ട്, അത് വെച്ചെടുത്തിരിക്കുന്ന സിനിമയാണ്. സ്ഥിരം രക്ഷകൻ പരിപാടി തന്നെ. പക്ഷേ ഇത് ഇദ്ദേഹം സി എം ആവുന്നതിന് മുൻപ് ടി വിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ കണ്ട മനസ്സിലാവും എന്തുകൊണ്ടാണ് അന്ന് തടഞ്ഞതെന്ന്. കുറേ മാഷപ്സാ. ഇദ്ദേഹം പല രീതിയിൽ രക്ഷകൻ, അദ്ദേഹം കാട്ടുവാസി എന്നൊക്കെ പറയാനുണ്ട്, കാട്ടുച്ചാമി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം, കാടിന്റെ മക്കളെ രക്ഷിക്കുന്ന ഒരു സംഭവം ഇപ്പുറം, പിന്നെ പോലീസായിട്ട് ജനങ്ങളെ രക്ഷിക്കുന്ന പരിപാടി. എന്നിട്ട് പോലീസുകാരൻ്റെ പിന്നെ ഫോട്ടോ കൊടിയാക്കിയിട്ട് തമിഴ്നാട് മൊത്തം ടി വിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ല ഏതെങ്കിലും പോലീസുകാരൻ്റെ കൊടി പിന്നെ അടിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും നാട്ടിലുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽ ലോജിക്കൊന്നുമില്ല. ഇങ്ങനെ കുറേ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് സോങ്സും പ്രൊപ്പഗാൻഡ സോങ്സാണ്. സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സീനായിട്ട് യാതൊരു ബന്ധമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റ് സോങ് മമിത ബൈജു ഒരു ജോബ് അപ്ലിക്കേഷൻ സൈൻ ചെയ്ത് അതിന്റെ ആഘോഷ ബ്ലാസ്റ്റ് സോങ്. ആ സീനും ആ സോങ്ങും തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസുകാരൻ്റെ കൊടി വെച്ച് കാണിക്കുന്ന സോങ്ങും എല്ലാം അങ്ങനെ തന്നെ. പിന്നെ അനിരുദ്ധ് ആസ് ഓൾവേസ് സോങ്സ് പുള്ളി ഓൾറെഡി കത്തിച്ചാണ്. പിന്നെ സ്കോറും കിടുവാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി തുടക്കത്തിലൊരു സീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അദ്ദേഹം ജയിലിൽ ഒരു കിളവൻ, ഒരു പരട്ടക്കിളവന് ഉറക്കുപോയി. അപ്പോൾ താത്തയ്ക്ക് തൂങ്ങണം. உங்களுக்கு சக்கரை വ്യാധി இருக்கோ, உங்களுக்கு சக்கரை വ്യാധി இருக்கോ. അപ്പം നമ്മളെ സക്കര വ്യാധി താത്തേനെ പോലത്തെ ഒരു താത്ത, പുള്ളിയെ തന്നെ ഇതിൽ കൊണ്ടുവന്നായിരുന്നു ഗസ്റ്റായിട്ട്. നല്ല കിടുവായിരുന്നു. അപ്പോൾ പുള്ളിയെ ഉറക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളോട് ആവശ്യപ്പെടാം. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ കോമഡി പീസുകൾ. അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ തൊലിയിരിഞ്ഞു. പിന്നെ മനസ്സിലായി ഇത് മലങ്കൾട്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 3 മണിക്കൂർ ഇത് ഒരിക്കലും സഹിച്ചിരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റൂല. ടോർച്ചറിങ് വെച്ചാൽ അൾട്ടിമേറ്റ് ടോർച്ചറിങ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മലങ്കൾട്ടായിട്ട് ഇത് കണ്ടങ്ങ് ചിരിച്ച്, കോമാളി തന്നെ ഉണ്ടെങ്കിൽ ചിരിച്ച്, അത്രേ ഉണ്ടായുള്ളൂ. ഇതിൽ